മോസ്റ്റ്ലി ഇപ്പം നമ്മുടെ ഈ ജനറേഷനിലുള്ള കുട്ടികൾ ഒരു 20 വയസ്സ് അല്ലെങ്കിൽ ഒരു 22-23 വയസ്സിലായിരിക്കും ജോലിക്ക് കയറുക. മേ ബി ചിലപ്പോൾ ഒരു 15,000 അല്ലെങ്കിൽ 10,000 രൂപയായിരിക്കും അവരുടെ ആദ്യത്തെ ശമ്പളം എന്ന് പറയുന്നത്. അങ്ങനെയുള്ളൊരു അവസ്ഥയിൽ നിൽക്കുന്ന ഒരാൾ, ലോങ് ടേമിൽ ഒരു സക്സസ് എക്സ്പെക്ട് ചെയ്യുന്ന ഒരാൾ എങ്ങനെയായിരിക്കണം ആദ്യം ഇൻവെസ്റ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുക? ആദ്യം ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ അവർക്ക് 10,000 രൂപ ശമ്പളം ഉണ്ടെങ്കിൽ അവനൊരു 3,000 രൂപ സേവ് ചെയ്യാൻ ശ്രമിക്കുക. ഒരു 1,000 രൂപ സേവ് ചെയ്യാൻ പറ്റും ഒരു മാസം. അതിലൊരു എത്രയാണ്, ഒരു 700-600 രൂപ മ്യൂച്വൽ ഫണ്ട് SIP ഇൻവെസ്റ്റ് ചെയ്യുക, 10 രൂപ ഗോൾഡ് SIP ഇൻവെസ്റ്റ് ചെയ്യുക. ബാക്കിയുള്ള 60-70 30 രൂപ ഉണ്ട്. അത് ഈ ഫിക്സഡ് ഇൻകം ഇല്ല, അതായത് റിസ്ക് ഇല്ലാത്ത പ്രൊഡക്റ്റുകളുണ്ട്. ഒന്നിൽ RDO, പോസ്റ്റ് ഓഫീസ് RD, ബാങ്ക് RD, അല്ല മ്യൂച്വൽ ഫണ്ട്സിലും ഉണ്ട്. അത് അവർക്ക് മനസ്സിലാകില്ല. അങ്ങനെയുള്ള സ്കീമിൽ ഇൻവെസ്റ്റ് ചെയ്യുക. അപ്പം ഒരു 60 രൂപ മ്യൂച്വൽ ഫണ്ട് SIP, 10 രൂപ ഗോൾഡ് SIP, ബാക്കി 30 രൂപ കൊടുക്കുക. അങ്ങനെ തുടങ്ങുക. അങ്ങനെ തന്നെ ഇടണം. 1,000 രൂപ കൊണ്ടിടല്. 1,000 രൂപ 600 രൂപയെ മ്യൂച്വൽ ഫണ്ട് SIP ആവുള്ളൂ. അസറ്റ് അലോക്കേഷൻ എന്ന് പറഞ്ഞ പരിപാടി അപ്പോഴേ തുടങ്ങിയാൽ Day 1. പക്ഷെ അങ്ങനെ ആരും ചെയ്യല, അറിയാത്തത് കൊണ്ടാവാം. എന്ന് വെച്ചാൽ നാളെ ഒരു ആവശ്യം വരുമ്പോൾ ഈ 30 രൂപ നമുക്ക് എപ്പോൾ വേണമെങ്കിൽ ഉപയോഗിക്കാം. ഈ 60 രൂപ ഇട്ടിരിക്കുന്ന മ്യൂച്വൽ ഫണ്ട് ഇട്ടിരിക്കുന്നതും 10 രൂപ ഗോൾഡ് ഇട്ടിരിക്കുന്നതും ടച്ച് ചെയ്യേ വേണ്ട. 30 രൂപ നമുക്ക് എപ്പോഴും അവിടെ ഉണ്ട്.